Hello friends, നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ദയവ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് USA നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബോറോ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിനൊരു ചെറിയൊരു കഥയുണ്ട്. എല്ലാത്തിനും ഞാൻ ഓരോ ചെറിയ ചെറിയ കഥകൾ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് രാജമൗലി അറിയാമല്ലോ അല്ലേ, ബാഹുബലി ഡയറക്ടർ. അദ്ദേഹവും വൈഫുമായിട്ട് കേരളത്തിൽ വന്നെന്ന് വിചാരിക്കുക. ഇപ്പം മൗലിയും വൈഫുമായിട്ടൊരു സിനിമയ്ക്ക് കയറിയെന്ന് വിചാരിക്കുക. ഒരു സൂപ്പർ ഹിറ്റായിട്ടുള്ള അന്ന് ഓടിയ ജൂഡ് എന്ന് പറഞ്ഞൊരു പടം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അതായത് മൗലിയും വൈഫും സൂപ്പർ ഹിറ്റായിട്ടുള്ള ജൂഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻ്റർവെല്ലായി. ഓക്കെ, ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് നമുക്ക് തിയേറ്ററിൽ ഓരോ സിനിമയുടെ ട്രെയിലർ ഇടാം അല്ലേ. അപ്പോൾ ആ സമയത്ത് വരുന്ന ഒരു പടം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ നിന്ന് പടത്തിൻ്റെ ട്രെയിലർ ഇട്ട്. ഓക്കെ, ട്രെയിലർ വന്നു. സ്വാതന്ത്ര്യ അർദ്ധരാത്രിയുടെ ആമുഖം, ഞാൻ ട്രെയിലർ നല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, ആമുഖം എന്നാണ് ഉപയോഗിക്കുന്നത്. ആമുഖം കണ്ടപ്പോൾ അവർ ഇംപ്രസ്ഡായി. ഓക്കെ, മലയാള സിനിമയിൽ അവർക്ക് ഭയങ്കരമായിട്ട് അവർ ഇംപ്രസ്ഡായി. ഓക്കെ, ഇത്രയുള്ള കഥ. അതായത് മൗലിയും വൈഫും സൂപ്പർ ഹിറ്റായ ജൂഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയുടെ ആമുഖം കണ്ട് ഇംപ്രസ്ഡായി. ഇത്രയുള്ള കഥ. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. മൗലി എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻ്റാണ്. ഓക്കെ, കിട്ടുമല്ലോ. വൈഫ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡൻ്റാണ്. സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയാണ്. സുപ്രീം. ജൂഡ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ആണ്. സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ്. ആമുഖം എന്ന് പറയുന്ന ആമുഖം തന്നെ പ്രിയാമ്പിളാണ്. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻ്റാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് മൗലിയും വൈഫുമായിട്ട് സൂപ്പർ ഹിറ്റായിട്ടുള്ള ജൂഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയുടെ ആമുഖം കണ്ടു ഇംപ്രസ്ഡായി. ഇത്രേ ഉള്ളൂ. മൗലി എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ്. വൈഫ് എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡൻ്റാണ്. വൈഫ് എന്ന് പറയുന്ന വൈസ് പ്രസിഡൻ്റ് ആണെന്ന് കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയാണ്. ജൂഡ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ആണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്. ആമുഖം എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിളാണ്, ആമുഖം തന്നെയാണ്. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഇംപീച്ച്മെൻ്റ് ആണ്. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാനഡയാണ്. കാനഡയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് നോക്കാം. അതൊരു ചെറിയൊരു കഥയുണ്ട്. ഇത്രേ ഉള്ളൂ. അതായത് യൂണിയൻകാരുടെ നമ്മുടെ ഇവിടെ സമരമൊക്കെ നടക്കാമെന്നിരിക്കും. സമരം നടക്കുമ്പം കംപ്ലീറ്റ് താറുമാറാകും അല്ലേ. ജോലിക്കാരൊന്നും ജോലിക്ക് വരില്ല. അതുപോലെ അവർ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ, നമ്മൾ സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് പ്രശ്നമായിരിക്കും. അതിനെപ്പറ്റിയൊരു കഥയാണ് ഞാൻ ചെറിയ പറയാൻ ശ്രമിക്കുന്നത്. കാനഡയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് യൂണിയൻകാരുടെ ഇനി ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഞാൻ ഈ USA ട്രിക്ക് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ കഥ പറഞ്ഞപ്പോൾ, അതിനകത്ത് USA എന്ന് പറഞ്ഞ വാക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആ ട്രിക്കിനകത്ത് ഓർത്തിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് അത് ഓർത്തിരിക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ് USA എന്നാണ് എടുത്തിരിക്കുന്നത്, ഓർത്തിരിക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പം എക്സാമിന് ചോദിക്കുന്നത് ആമുഖം എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഗദ്യം അറിയാം. ഈ ഗദ്യം ഏത് രാജ്യത്തെ ആണ് സൂചിപ്പിക്കുന്നത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രിക്ക് കൊണ്ട് യാതൊരു ഗുണം വരത്തില്ല. അപ്പോൾ ആമുഖം കിട്ടിയാൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിൽ മൗലിന്ന് കിട്ടും, മൗലികാവകാശങ്ങളാണെങ്കിൽ മൗലി കിട്ടും. ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റും? USA ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കാനഡ എങ്ങനെയാണെന്ന് നോക്കാം. യൂണിയൻകാരുടെ സ്റ്റേറ്റ് വൈഡ് സമരം കാരണം കാണ വൃത്തിയാക്കാത്തത് കൊണ്ട് റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആളുകൾ ഫെഡപ്പായി. ചെറിയ ട്രിക്കാണ്, 3 ലൈനേ ഉള്ളൂ. അതായത് യൂണിയൻകാരുടെ സമരം ഉണ്ടല്ലോ, ആ സമരം കാരണം അവർ അന്ന് കാണ വൃത്തിയാക്കാൻ വന്നില്ല. കാണ വൃത്തിയാക്കാൻ വന്നതുകൊണ്ട് ഭയങ്കര സ്മെല്ലൊക്കെ ആയി, കാര്യങ്ങളൊക്കെ ആയി. അപ്പം റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായി, അവർ ടോട്ടലി ഫെഡപ്പായി. ഇത്രയുള്ള ചെറിയ ട്രിക്കാണ്. അതായത് യൂണിയൻകാരുടെ സ്റ്റേറ്റ് വൈഡ് സമരം കാരണം കാണ വൃത്തിയാക്കാത്തതുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആളുകൾ ഫെഡപ്പായി. യൂണിയൻ എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റാണ്. യൂണിയനും ഉണ്ട്, സ്റ്റേറ്റും ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റാണ്. അതുപോലെ തന്നെ കാണാമെന്ന് പറഞ്ഞാൽ കാനഡയാണ്. ഞാൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ചിലയിടത്ത് കൊണ്ടുവരാൻ പറ്റാതിരുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ മൗലികാവകാശങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കാണാമെന്ന് പറഞ്ഞാൽ കാനഡയാണ്. റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ പവറാണ്.
ഫെഡ് അപ്പ് ആകുക എന്ന് പറയുന്നത് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്ററാണ്. ഓക്കെ, അടുത്തിലോട്ട് പോകാം. ജർമ്മനിയാണ്. ഇനിയെല്ലാം ചെറുതാണ്. ജർമ്മനി എന്ന് പറയുന്നത് ഇതിനകത്ത് ട്രിക്കൊന്നുമില്ല, ഞാൻ എങ്ങനെ കണക്ട് ചെയ്ത് തരാം. അങ്ങനെ നമുക്ക് നോക്കാം. അതായത് ജർമ്മനി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആ സസ്പെൻഡ് ഡ്യൂറിങ് എമർജൻസിയാണ്. ഓക്കെ, ഈ ജർമ്മനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ നമ്മൾ എപ്പോഴും ഫാസിസം നാസിസം എന്നൊക്കെ ഉപയോഗിക്കുന്ന ഹിറ്റ്ലറുടെ നാട്. അവിടെയാണ് ഇങ്ങനെ ഈ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ഹിറ്റ്ലർ ആളുകളെ ഭരിച്ചിട്ടുള്ളത്. അവരുടെ ഫണ്ടമെൻ്റൽ, അതായത് അയാൾ ഒരു ഒരു ഐഡിയൽ ഫാസിസ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ആർ സസ്പെൻഡഡ് ഡ്യൂറിങ് എമർജൻസി എന്ന് പറഞ്ഞാൽ അത് ജർമ്മനിയാണ്. അങ്ങനെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഓക്കെ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് അങ്ങനെ നോക്കാം. ഇത് നമുക്ക് ഞാൻ ഡയറക്റ്റ് കണക്ട് ചെയ്ത് തരാം. അതായത് നമ്മളിപ്പം സാധാരണ പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാർത്ഥന അല്ലെങ്കിൽ പ്രതിജ്ഞ എന്നെടുക്കാം, ഓത്ത് എന്നെടുക്കാം. ഓക്കെ, ഓത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഓത്ത് ചൊല്ലുമ്പോൾ അവസാനം നമ്മൾ എന്ത് പറയും? ഓത്തോ പ്രാർത്ഥന എന്തെങ്കിലും ചൊല്ലുമ്പോൾ എന്ത് പറയും? അമേൻ പറയും അല്ലേ. അതായത് ഓത്ത്, സൗത്ത് എന്ന് പറയുന്നത് അതിലൊരു ഓത്തുണ്ട്, പ്രതിജ്ഞ. സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ആമേൻ, അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. ജപ്പാൻ എന്ന് പറയുന്നത് ഓക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ജപ്പാനിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് കൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം, കാരണം ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് കഥയുടെ ഒന്നും കാര്യമില്ല. നമുക്ക് നോക്കാം. ജപ്പാനിലകത്തൊരു പാൻ കിടപ്പുണ്ട്. ഓക്കെ, പാൻ നമ്മൾ ഈ അടുപ്പിലൊക്കെ വയ്ക്കുന്ന ഒരു പാനുണ്ട്. അതുപോലെ തന്നെ പ്രൊസീജിയറിനകത്തൊരു പ്രോസ് ഉണ്ട്. ഞാനത് പ്രോൺസ് ആയിട്ട് എടുക്കാം. പ്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന ചെമ്മീൻ, കൊഞ്ച്, പ്രോൺസ്. ഓക്കെ, അപ്പുറത്തൊരു ലോയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അതായത് ഒരു പാനിൽ പ്രോൺസ് വയ്ക്കുമ്പം ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ അത് നാശമായി പോകും. അതായത് പാനിൽ പ്രോൺസ് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടണം. അതായത് പ്രോൺസും ലോയും കിട്ടിയാൽ നമുക്ക് പാൻ കിട്ടും. അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ചോദിക്കുകയാണെങ്കിൽ ജപ്പാൻ ഈസി ആയിട്ട് കിട്ടും. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോവാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലിട്ട് ബോറോ ചെയ്തിരിക്കുന്നത് നോക്കാം. അതിൻ്റെ ചെറിയ കഥയുണ്ട്. ഈ കഥ ഒന്നുകിൽ നമുക്കിത് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കിട്ടും. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ഓപ്ഷനിൽ വെച്ച് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് വേണ്ട, നമുക്കിത് പഠിക്കാം, എളുപ്പമാണ്. നോക്കാം എങ്ങനെയാണെന്ന്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്തൊക്കെയാണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അതായത് 35 എന്ന് പറയുന്നത് ഞാൻ 1935 35 ഓക്കെ, 35 വയസ്സുള്ള ഗവർണർ ഓഫീസിലിരുന്ന് എമർജൻസി ആയിട്ടൊരു ജോലി വേണമെന്ന ആഗ്രഹത്താൽ ഫെഡറൽ കോർട്ടിലേക്കുള്ള നിയമനത്തിന് വേണ്ടി PSC പഠിച്ചു. ഇത് ഇതുവരെ പഠിച്ച ട്രിക്ക് പോലല്ല, ലോജിക്ക് അതിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഗവർണർ എമർജൻസി ആയിട്ടിരുന്ന് PSC പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഓർത്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാകും. എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അതായത് 35 വയസ്സുള്ള ഗവർണർ ഓഫീസിലിരുന്ന് എമർജൻസി ആയിട്ട് ഒരു ജോലി വേണമെന്ന ആഗ്രഹത്താൽ ഫെഡറൽ കോർട്ടിലേക്കുള്ള നിയമനത്തിന് വേണ്ടി PSC പഠിക്കുന്നു. ഓക്കെ, അതായത് 35 1935 ആണ്. ഓഫീസ് എന്ന് പറയുന്ന ഓഫീസുണ്ട്, അവിടെ ഓഫീസുണ്ട്, ഗവർണറുണ്ട്. ഓക്കെ, ഓഫീസ് ഓഫ് ഗവർണറാണ്. എമർജൻസി ഉണ്ട്, ഫെഡറൽ കോർട്ടുണ്ട്, PSCs ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.